MLA സ്ഥാനം രാജിവെക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെടും. അത് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ള അധികാരം ഞങ്ങൾക്കില്ലല്ലോ. ഞങ്ങളുടെ പാർട്ടിയിലല്ലല്ലോ അദ്ദേഹം. ഞങ്ങളുടെ പാർട്ടിയിലല്ലല്ലോ, പുറത്തല്ലേ. ഞങ്ങളെങ്ങനെയാണ് ആവശ്യപ്പെടുന്നത്? ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ള അധികാരം ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് പുറത്താണ് നിൽക്കുന്നത്. അല്ല, അതൊക്കെ നിയമപരമായ ഏത് വഴികളിലൂടെ പോകുന്നതിനും നിയമത്തിന്റെ വഴിക്ക് പോകും. ഈ കാര്യത്തിലൊക്കെ എന്റെ നിലപാട് കേരളത്തിലെ ഓരോ കുഞ്ഞുങ്ങൾക്കും അറിയാലോ. പിന്നെ നിങ്ങൾ എന്തിനാ എന്നോട് ചോദിക്കുന്നു? നിങ്ങൾക്കറിയാലോ. ഇതിന്റെ പേരിൽ എന്തുമാത്രം വ്യക്തിപരമായി വേട്ടയാടപ്പെട്ട ഒരാളാണ് ഞാൻ അപ്പൊന്നും കുലുങ്ങിയില്ലല്ലോ. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ എന്റെ നിലപാട്. എന്തിനാ നിങ്ങൾ ചോദിക്കണം? എന്റെ നിലപാട് കേരളത്തിലെ കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ ഇക്കാര്യത്തിലുള്ള എന്റെ നിലപാട് പറയും. ഇപ്പൊ ഞാൻ എന്ത് വേറെ നോ കമന്റ്സ്. ഞാൻ ഇനി ഒന്നും പറയാനില്ല. ചെയ്യാനാണ് ഈ കാര്യത്തിൽ ഉണ്ടായിരുന്നത്. അത് നേരത്തെ തന്നെ ചെയ്തു. എന്റെ പാർട്ടി ചെയ്തു, ഞാനല്ല. എന്റെ പാർട്ടി ചെയ്തു. അപ്പൊ ആലോചിക്കും. വരട്ടെ, സാങ്കല്പിക ചോദ്യമല്ലേ. വരുമ്പോ അപ്പൊ ആലോചിക്കാം. ഞാനല്ലല്ലോ പറയേണ്ടത്, പാർട്ടിയല്ലേ തീരുമാനം എടുത്ത് പറയേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനവും ഞാൻ ഒറ്റയ്ക്ക് എടുത്തതല്ല. എല്ലാം പാർട്ടി ഒരുമിച്ചെടുത്ത തീരുമാനം, ആലോചിച്ചെടുത്ത തീരുമാനം. ഞാൻ നോ കമന്റ്സ്. ഞാൻ അതിനെ കുറിച്ച് ഒരു കമന്റും പറയാം. അല്ല, അത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ഒരു വ്യക്തി മാത്രമാണ്. കോൺഗ്രസ് അതിന് മറുപടി പറയേണ്ട യാതൊരു കാര്യവുമില്ല. കാരണം എന്താ വെച്ചാൽ, ഒരു വ്യക്തി എന്തെങ്കിലും ചെയ്ത കാര്യങ്ങൾ നിരന്തരം പുറത്തു വരുമ്പോൾ അത് നേരിടേണ്ട ഉത്തരവാദിത്വം ആ വ്യക്തിക്കാണ്. അത് കോൺഗ്രസ് എത്രയോ തവണ ആവർത്തിച്ച് അത് വ്യക്തമാക്കി കഴിഞ്ഞ സ്ഥിതിക്ക് അതിന്റെ നിയമം അതിന്റെ വഴിക്ക് പോകുന്നല്ലാതെ അതിന് മറുപടി പറയേണ്ട യാതൊരു ഉത്തരവാദിത്വം ഇപ്പോൾ കോൺഗ്രസിനില്ല എന്നുള്ളതാണ് വസ്തുത. CPM നേതാക്കളൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട്. UDFന്റെ MLA ആണ്, UDF പ്രതിരോധത്തിലായി എന്ന രീതിയിലേക്ക്. ഏതെങ്കിലും തരത്തിൽ UDFന്റെ സാധ്യതകളെ രാഹുൽ മാങ്കൂട്ടത്തിൽ ബാധിക്കും? ഒരു ബാധിച്ചിട്ടില്ലല്ലോ. ഇത് കത്തിന്നപ്പോഴല്ലേ ലോക്കൽ ബോഡി ഇലക്ഷൻ നടന്നത്. തീരെ ബാധിച്ചിട്ടില്ലല്ലോ. കാരണം ഫസ്റ്റ് ഡേ തന്നെ അതിന് വേണ്ട സ്റ്റെപ്പ് കോൺഗ്രസ് എടുത്തതുകൊണ്ട് ജനങ്ങൾക്കറിയാം. വാർത്താമാധ്യമങ്ങൾ അത് ആവർത്തിച്ച് കൊടുക്കുന്നു എന്നല്ലാതെ ആ കാര്യത്തിൽ ജനങ്ങളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. ആ തീരുമാനം അവർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പ്രകടമാക്കുകയും ചെയ്തു. പിന്നെ അത് സംബന്ധിച്ച് വരുന്ന കാര്യങ്ങൾക്ക് ഇനി ആ വ്യക്തി മറുപടി പറയാന്നല്ലാതെ പാർട്ടി മറുപടി പറയേണ്ട കാര്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും കോൺഗ്രസ് അന്ന് നിലപാടെടുത്തതുകൊണ്ട് കോൺഗ്രസ് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഇത് മുഴുവൻ കോൺഗ്രസിന് തലയിൽ കിടന്നേനെ. അത് കോൺഗ്രസിന്റെ മാതൃക വളരെ യൂണിക്കായിട്ടുള്ള ഒന്ന് തന്നെയാണ്. കാരണം ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഉണ്ടായതിൽ വെച്ച് ഏറ്റവും ആപ്റ്റായിട്ട് സമയത്തിന് തീരുമാനമെടുത്ത ഒരു കേസാണത്. അതുകൊണ്ട് ഇനി അതിൽ കോൺഗ്രസിന് മറുപടി പറയേണ്ട കാര്യമില്ല. കാര്യങ്ങൾ അതിന്റെ വഴിക്ക് പോകും, നിയമങ്ങൾ അതിന്റെ വഴിക്ക് പോകുന്നേ ഉള്ളൂ. നേതാവിന് കിട്ടുന്നതിനേക്കാൾ പരിഗണന ലഭിച്ച ആളാണ് ശ്രീമതി ആയിഷ. എന്റെ ഒരു സഹോദരിയാണ്, ഞാൻ സ്നേഹിക്കുന്ന ആളാണ്. ബഹുമാനത്തോടെ പറയാം, ഇത് വേണ്ടിയിരുന്നില്ല. അവസാനം ചാടിയത് നടുകടലിലേക്കാണ്. എല്ലാവരും പ്രധാനമന്ത്രിയാകുമ്പോൾ യോഗ്യതയുള്ള 1,00,000 ആളുകളുള്ള ഒരു പാർട്ടിയിലേക്കാണ് ചേർന്നത്. പ്രധാനമന്ത്രിയാവാൻ യോഗ്യതയുള്ള 1,00,000 ആളുകൾ മിനിമം കാണും പോയ പാർട്ടിക്ക്. ഇപ്പോഴാണോ MLA? തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം കൊല്ലത്ത് UDF മേൽക്കായി. പത്തനാപുരത്ത് കഴിഞ്ഞ തവണ കുറഞ്ഞു. സ്ഥിരമായ ശത്രുക്കളോ മിത്രങ്ങളോ ഇല്ല. ജനങ്ങൾക്കും അങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറും തിരിഞ്ഞൊക്കെ വരും. അതിലൊന്നും ഒരു കാര്യമില്ല. ഒരു തവണ LDF ഭരിക്കുന്നു, പിന്നെ UDF ഭരിക്കുന്നു, പിന്നെ LDF ഭരിക്കുന്നു, LDF വീണ്ടും ഭരിക്കുന്നു. അതിൽ തിരിഞ്ഞൊക്കെ വരും. അതൊക്കെ രാഷ്ട്രീയത്തിൽ അങ്ങനെയൊക്കെ വരും. കോൺഗ്രസ് ഇന്ത്യ മഹാരാജ്യത്ത് കോൺഗ്രസ് ഏതെങ്കിലും സംസ്ഥാനത്ത് അഡ്രസ് ഉണ്ടോ? കോൺഗ്രസ് ഇന്ത്യ ഭരിച്ച എല്ലാ സംസ്ഥാനങ്ങളും ഇന്ത്യ ഭരിക്കും, കോൺഗ്രസ് ഭരിക്കുകയും ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ഭരിക്കുകയും ചെയ്തിരുന്ന കോൺഗ്രസിന് ഇന്ന് ഇന്ത്യയിലെ പല സ്ഥലത്തും കോൺഗ്രസ് ഉണ്ട്. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും പറയാം. അതൊക്കെ രാഷ്ട്രീയമാവും മാറി. നാളെ ഇതെല്ലാം മാറി BJP ഔട്ടാക്കിയിട്ട് കോൺഗ്രസിന് വളർന്നു വരാം, അല്ലെങ്കിൽ വേറെ പാർട്ടിക്ക് വളർന്നു വരാം. അതൊന്നും ഇപ്പൊ രാഷ്ട്രീയത്തിൽ അങ്ങനെ പ്രവചനമൊന്നും പറ്റില്ല. നയനാർ ഗവൺമെന്റിന്റെ കാലത്ത് ഇതിൽ മറിച്ചൊരു ചോദ്യം,
ജില്ലാ കൌൺസിൽ ഇലക്ഷൻ നടക്കുമ്പോൾ വലിയ ഭൂരിപക്ഷത്തോടെ LDF മൊത്തം പിടിച്ചെടുത്തു, തൂത്തുവാരി. നേരത്തെ നായനാര് സർക്കാർ അസംബ്ലി പിരിച്ചുവിട്ട് ഇലക്ഷനിലേക്ക് പോയി, UDF അധികാരത്തിൽ. അപ്പോഴും അപ്പൊ ഇതിനങ്ങനൊന്നുമില്ല. രാഷ്ട്രീയത്തിൽ മാറുന്നതിനൊന്നും വലിയ സമയം വേണ്ട. എന്റെ അച്ഛൻ പറയുന്ന ഒരു കാര്യം ഞാൻ പൊതുവായി പ്രസംഗിക്കാറുണ്ട്. അവസാനത്തെ ദിവസത്തെ ഒരു 30 ദിവസം 20 ദിവസത്തിനകത്ത് വരുന്ന ഒരു രാഷ്ട്രീയ മാറ്റം, അതാണ് ഇതിനെല്ലാം മാറ്റിമറിക്കുന്നത്. ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ അത് തന്നെ സംഭവിച്ചു. അവസാന ദിവസങ്ങളിൽ വന്ന ഈ പറയുന്ന ഒരു ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം, ആ വിഷയം തെരഞ്ഞെടുപ്പിനെ മാറ്റിമറിച്ചു. എന്റെ വിലയിരുത്തൽ പ്രതികരിച്ചു. വേറെ ആളും എന്തെങ്കിലും പറയുന്നത് എനിക്കറിയില്ല. കേരള കോൺഗ്രസ് ബി എന്ന പാർട്ടി ഞാനും വിലയിരുത്തുന്നത് പ്രതികരിച്ചു തന്നെ. പ്രതികരിച്ചു. നമ്മളില്ലാത്ത കള്ളം പറയണമെന്ന് വേറെ എന്ത് റീസൺ? എല്ലാവർക്കും ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചു കൊടുത്ത സർക്കാർ, അഴിമതിയില്ലാത്ത സർക്കാർ, ക്ഷേമ പെൻഷനുകളും എല്ലാ കാര്യങ്ങളും ആവശ്യാനുസരണം നൽകി വാക്ക് പാലിച്ച സർക്കാർ. ആ സർക്കാരിനെതിരെ ആളുകൾ വോട്ട് ചെയ്യണമെങ്കിൽ ഇത് തന്നെ കാര്യം, അല്ല വേറെ ഒരു കാര്യമില്ല. പിന്നെ അതിദരിദ്രം ഇല്ലാത്ത സംസ്ഥാനമായി കേരളത്തെ മാറ്റിയ സർക്കാർ, നേട്ടങ്ങൾ മാത്രം നിരത്താൻ കഴിയുന്ന ഒരു സർക്കാർ, ഒരു അഴിമതിയില്ല, ആരോപണമില്ല, ഒന്നുമില്ല. പറഞ്ഞ ആരോപണങ്ങളെല്ലാം കോടതി മുമ്പാകെ പോയി പൊളിഞ്ഞു. സർക്കാരിനെതിരായിട്ട് പറഞ്ഞ ആരോപണം. അങ്ങനെയുള്ള ഒരു സർക്കാരിന്റെ സ്ഥാനാർത്ഥികൾ പരാജയപ്പെടണമെങ്കിൽ ഇത് പോഞ്ഞ കൊള്ളിയാണ്, അത് പുറത്തിട്ട് കഴിഞ്ഞു. അത് സതീശൻ ഞങ്ങളുടെ മുമ്പിൽ ചർച്ചാ വിഷയമല്ല. നിങ്ങളത് ആലോചിച്ച് നോക്കൂ. സീനിയർ നേതാക്കന്മാരായിട്ടുള്ള നമ്മുടെ AK ആന്റണി ഉണ്ട്, അതുപോലെ പ്രഗത്ഭരായി ഇവിടെ പ്രയാണം നടത്തിയിട്ടുള്ള സീനിയറാണ് രമേശ് ചെന്നിത്തല. അതോടൊപ്പം തന്നെ പ്രവൃത്തി കൊണ്ട് അദ്ദേഹത്തിൻ്റെ കഴിവ് കൊണ്ട് സെൻട്രലിൽ വലിയ നിലയിലെത്തിയിട്ടുള്ള മിസ്റ്റർ വേണുഗോപാലുണ്ട്. ഇവരാരും ഇതിനെപ്പറ്റി ഒന്നും പറയാറില്ല. അവരെല്ലാം പറയാത്ത ചിലതല്ല അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് പറച്ചില്ല ഞാൻ അവജ്ഞയോടുകൂടി തള്ളുകയും, ഈ പറഞ്ഞ വലിയ മാന്യന്മാരായ അവർ കേരളത്തിൻ്റെ എല്ലാ സമുദായത്തെ അറിയിക്കുകയും ചെയ്തിട്ടുള്ള, മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ള ഈ 3 ആളുകളുണ്ട്. അവർ വളരെ സീനിയറായ ആളുകളാണ്. അവരാരും ഇതിനെപ്പറ്റി അഭിപ്രായം പറയില്ല. അവരെ അഭിപ്രായം പറയട്ടെ, അപ്പോൾ പറയാം. എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും അങ്ങനെ ആകാംക്ഷകൾ ഉണ്ടാകാറുണ്ട്, അങ്ങനെ പല തരത്തിലുള്ള വാർത്തകൾ വരാറുണ്ട്. അത് തെരഞ്ഞെടുപ്പിന്റെ ഒരു സാഹചര്യത്തിൽ എല്ലാ പ്രാവശ്യവും വന്നിട്ടുണ്ട്. ചില നിയമസഭാ അംഗങ്ങൾ ലോക്സഭയിലേക്ക് മത്സരിച്ചിട്ടുണ്ട്, ലോക്സഭാ അംഗങ്ങൾ നിയമസഭയിലേക്ക് മത്സരിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ജനാധിപത്യത്തിന്റെ ഭാഗമാണ്. പക്ഷേ എന്റെ പേരില്ല, എന്റെ പേരിങ്ങനെ മാധ്യമങ്ങളിൽ പറയുന്നുണ്ട്. അത് കേൾക്കാൻ ഒരു സുഖമുള്ളതുകൊണ്ട് ഇങ്ങനെ അതുകൊണ്ട് ഞാനത് ഇല്ലെന്ന് പറയുന്നില്ല. കാരണം പറയട്ടെ, തെരഞ്ഞെടുപ്പില് സീറ്റ് ഫൈനലായി പ്രഖ്യാപിക്കുന്നവര് എന്റെ പേരും കൂടെ പറഞ്ഞോണ്ടിരിക്കുന്നത് അത് കേൾക്കാനൊരു നല്ല ഇതായതുകൊണ്ട് ഞാനത് നിഷേധിക്കുന്നില്ല. അതല്ല, അതുകൊണ്ട് ആഗ്രഹം ഇല്ലെന്ന് നിങ്ങൾ എന്റെ പേര് കൊടുക്കുന്നില്ല. ഇതെല്ലാം പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. MP-മാർ നിയമസഭയിലേക്ക് മത്സരിക്കണമോ, MLA-മാർ ലോക്സഭയിലേക്ക് മത്സരിക്കണമെന്നൊക്കെ തീരുമാനിക്കുന്നത് അതത് പാർട്ടികളാണ്. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചർച്ച നടന്നതായിട്ട് എനിക്കറിയില്ല. ഞങ്ങളോട് അതിന്റെ അഭിപ്രായം ചോദിച്ചായിട്ടും ഇതുവരെയും അങ്ങനെ ഒരു അഭിപ്രായം ചോദിച്ചിട്ടില്ല. ചർച്ചകൾ ഇപ്പോൾ കേരളത്തിൽ UDF കക്ഷികളുമായുള്ള ഉഭയകക്ഷി ചർച്ചകൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ. അത് പൂർത്തിയായതിനു ശേഷം മാത്രമേ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കുകയുള്ളൂ. അപ്പോൾ മിക്കവാറും കുറച്ച് സമയം കൂടി എടുക്കും. അതിനിടയിൽ വരുന്ന ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള അഭ്യൂഹങ്ങളാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും MP-മാരെ ആരെങ്കിലുമൊക്കെ മത്സരിപ്പിക്കണമെന്ന് ഹൈക്കമാൻഡ് താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളോടൊക്കെ അത്തരം MP-മാരോട് ചോദിക്കേണ്ടതാണ്. എന്തായാലും എന്നോട് ഇതുവരെയും അങ്ങനെ മത്സരിക്കാൻ താല്പര്യമുണ്ടോ, അല്ലെങ്കിൽ മത്സരിക്കാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും മണ്ഡലം അങ്ങനെ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നൊന്നും അങ്ങനെ ഒരു ചോദ്യവും AICCയുടെ ഭാഗത്ത് ഇതുവരെയും ചോദിച്ചിട്ടില്ല. ഞാനും ചിത്രങ്ങൾ കണ്ടിരുന്നു. ഇന്ന് മാത്രമല്ല, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ചിത്രങ്ങൾ വരുന്നുണ്ട്. കടകംപള്ളി സുരേന്ദ്രനായിട്ടുള്ള ചിത്രങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റു പലരുമായിട്ടുള്ള ചിത്രങ്ങൾ വരുന്നുണ്ട്. അത് ചിത്രത്തിന്റെ വസ്തുതകൾ എന്താണെന്നുള്ളത് നമുക്കെങ്ങനെ പറയാൻ പറ്റും? നിങ്ങൾ ഈ CPM-നെതിരെ ഇത്രയും വലിയൊരു പ്രതിഷേധം ഉയർത്തുന്നു, അല്ലെങ്കിൽ അവരെ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാട്ടുന്നു എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഈ അടൂർ പ്രകാശിന്റെ ഉള്ള ചിത്രങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ വാദങ്ങൾ ദുർബലമാകില്ലേ? അടൂർ പ്രകാശ് തന്നെ ആ ചിത്രങ്ങൾ എങ്ങനെ വന്നു എന്നതിനെ സംബന്ധിച്ച് വിശദീകരണം
മീഡിയയുടെ മുന്നിൽ നൽകിയിട്ടുണ്ട്. അപ്പൊ അത് വിശ്വസിക്കുക എന്നുള്ളതേ ഉള്ളൂ. പ്രകാശ് പറഞ്ഞത് കോൺഗ്രസിനകത്ത് നിന്ന് തന്നെ അടൂർ പ്രകാശിനെതിരെ ഒരു നീക്കം ഉണ്ടാകും, ഗൂഢാലോചന ഉണ്ടെന്ന് അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഞാനത് കേട്ടില്ല. ഞാൻ കേട്ടില്ല അങ്ങനെ ഗൂഢാലോചന ഉണ്ടെന്നുള്ള അദ്ദേഹം പറഞ്ഞാൽ ഞാൻ കേട്ടില്ല. എന്തായാലും അടൂർ പ്രകാശ് മന്ത്രിയായിരിക്കും സോണിയാഗാന്ധിയിലേക്ക് പോറ്റി അതൊന്നും എനിക്കറിയത്തില്ല. അതൊന്നും കാര്യം സോണിയാഗാന്ധിയെ കാണാൻ പോയിരുന്നു. എന്തിനാ വിശദീകരിക്കണത്? ഞാൻ ചോദിക്കട്ടെ, അത് വളരെ കൃത്യമായിട്ട് ഞാൻ ഇന്നലെ പറഞ്ഞാണ്. ഒരാള് ഇപ്പോ നാളെ ഒരാള് സ്വർണ്ണക്കള്ളക്കടത്തിൽ അറസ്റ്റ് ചെയ്യുന്നു എവിടെയെങ്കിലും വെച്ച്, ഇന്ത്യയിൽ എവിടെയെങ്കിലും വെച്ച്, അയാളുടെ കൂടെ ജീവിതകാലത്ത് ഫോട്ടോ എടുത്തിരിക്കുന്ന ആളുകൾ മുഴുവൻ അതിൻ്റെ അകത്ത് എങ്ങനെ പ്രതിയാണ്? അയാൾ കള്ളനാണ്. ഞാൻ റിയാസിന്റെ ഒരു വിഷയം വന്നു, ഞാൻ പറയട്ടെ, ഫോട്ടോ മുഖ്യമന്ത്രിയുടെ കൂടെ ഫോട്ടോ ഇല്ലേ? ഞാൻ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ നിയോജകമണ്ഡലത്തിൽപ്പെട്ട ഒരാളല്ല, അന്ന് കള്ളനല്ലല്ലോ ഇയാള്. ബാംഗ്ലൂരിലുള്ള ഫോട്ടോസാണ് ഇപ്പോൾ കൂടുതൽ. അത് എനിക്കറിയില്ല, അത് അദ്ദേഹത്തോട് നിങ്ങൾ ചോദിച്ചാൽ അദ്ദേഹം അതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരും. അത് ഡീറ്റെയിൽസ് പരിചയം ഉണ്ടാവുമെന്നേ, കോൺഫിഡൻസിലുള്ള ഒരാളാണെങ്കിൽ പരിചയം ഉണ്ടാവും. പക്ഷെ ഈ സ്വർണ്ണക്കൊള്ളയായിട്ട് എന്താ അടൂർ പ്രകാശിന്? മറിച്ച് 10 ജനുവരിയിലെ സോണിയാഗാന്ധിയുടെ വസതിയിൽ വെച്ചെടുത്തത്. അപ്പോൾ ഒരു അപ്പോയിന്റ്മെന്റ് പോലും ഇല്ലാതെ അവിടേക്ക് ആക്സസ് ഇല്ല. ആർക്ക് വേണമെങ്കിലും പോവാലോ, ഒരു അപ്പോയിന്റ്മെന്റ് എടുത്ത് ആർക്ക് വേണമെങ്കിലും പോവാലോ. അവിടെ എത്ര പേര് പോകും നിങ്ങൾക്ക് തന്നെ അറിയാലോ. എന്തിനാ അതുകൊണ്ടെന്താ? ആർക്ക് വേണേലും പോവാം. എത്ര പേര് ഇവിടെ നിന്ന് പോകുന്നുണ്ട് നിങ്ങളൊക്കെ പറഞ്ഞിട്ട് തന്നെ എത്ര പേര്? അത് അപ്പോയിന്റ്മെന്റ് കൊടുക്കണ്ടെന്ന് വിചാരിച്ചിരിക്കുന്നവർക്ക് കൊടുക്കൂല. അല്ലാതെ ഒരാള് വന്നിട്ട് ഒരു സ്പിരിച്വൽ ലൈനിൽ പ്രവർത്തിക്കുന്ന ഒരാൾ വന്ന് കാണണമെന്ന് പറഞ്ഞാൽ കൊടുക്കുക, അതൊക്കെ ഇമ്മെറ്റീരിയലാണ്. ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. അന്ന് എനിക്കറിയില്ല. അത് നിങ്ങൾ KPC പ്രസിഡന്റിനോട് ചോദിക്കും. കുഞ്ഞീഷൻ സ്വീകരിച്ച സമീപനം എന്താ? ഞാൻ ഒഴിച്ച് മറ്റെല്ലാവരും കള്ളന്മാർ. അതാണ് അദ്ദേഹത്തിന്റെ പ്രയോഗം. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാവില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൂട്ടായി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുന്ന പാർട്ടിയാണ്. CPIM-ന്റെ അന്തരിച്ച മഹാനായ നേതാവ് കോടിയേരി ബാലകൃഷ്ണൻ അടക്കമുള്ള നേതാക്കൾക്കെതിരെ ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് CPIM ഫണ്ട് തട്ടുന്ന പാർട്ടിയാണ് എന്ന് വി കുഞ്ഞികൃഷ്ണൻ ചില മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം വാസ്തവ വിരുദ്ധമാണ്. നേരത്തെ ഇക്കാര്യം പാർട്ടിക്കകത്ത് ഉയർന്നു വന്നപ്പോൾ പാർട്ടി സമഗ്രമായി അന്വേഷണം നടത്തുകയും 2 കമ്മീഷനുകൾ പാർട്ടിക്ക് റിപ്പോർട്ട് നൽകുകയും ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടി ചർച്ച ചെയ്ത് കമ്മീഷൻ റിപ്പോർട്ട് അംഗീകരിച്ചുകൊണ്ട് നിലപാട് സ്വീകരിക്കുകയും ചെയ്തതാണ്. പാർട്ടി കണ്ടെത്തിയ കാര്യം, ആരും വ്യക്തിപരമായി ധനാപഹരണം നടത്തിയിട്ടില്ല. പാർട്ടിയുടെ ഒരു ഫണ്ടും നഷ്ടപ്പെട്ടിട്ടില്ല. അതോടൊപ്പം യഥാസമയം വരവ് ചെലവ് കണക്ക് പാർട്ടി കമ്മിറ്റിയിൽ അവതരിപ്പിച്ച് അംഗീകാരം വാങ്ങുന്നതിൽ ചില വീഴ്ചകൾ സംഭവിച്ചിരുന്നു. ആ വീഴ്ചകൾ കണക്കിലെടുത്തുകൊണ്ടാണ് ചില നടപടികൾ സ്വീകരിച്ചത്. അല്ലാതെ ധനാപഹരണം ആരും നടത്തിയിട്ടില്ല. ഇക്കാര്യം എല്ലാ തലങ്ങളിലും പാർട്ടി പരിശോധിച്ചതാണ്. മധുസൂദൻ MLA തിരഞ്ഞെടുപ്പ് ഫണ്ടിന്റെ കാര്യത്തിൽ ഈ വ്യാജ രസീത് പോലെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അത് ഗുരുതരമായ ഒരു തല്ല. അതും പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമാണ് ഇപ്പോഴും കുഞ്ഞികൃഷ്ണൻ. അപ്പം കുഞ്ഞികൃഷ്ണൻ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം നേരത്തെ അവിടെ ഏരിയ സെക്രട്ടറി ആയിരുന്നു, ഇതുമായി ബന്ധപ്പെട്ട ഓഡിറ്റുകളൊക്കെ നടത്തിയ ആളുമാണ്. പാർട്ടി ചുമതലപ്പെടുത്തിയ ആളുകൂടിയായിരുന്നു ഇതൊക്കെ പരിശോധിക്കാൻ ഒരു ഘട്ടത്തിൽ. അപ്പൊ അദ്ദേഹത്തിന് തുറന്നു പറച്ചിൽ അത്ര നിസ്സാരമാണോ? അദ്ദേഹം തുറന്നു പറഞ്ഞു എന്ന് പറയുന്ന കാര്യം പാർട്ടിയെ തകർക്കാൻ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഒരു കാര്യമാണ്. പാർട്ടിക്ക് തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ തിരുത്താൻ വേണ്ടിയുള്ള മാർഗം ഇതല്ല. തെറ്റ് തിരുത്താൻ പാർട്ടിയെ തകർക്കുകയല്ല വേണ്ടത്. എലിയെ പിടിക്കാൻ ഇല്ലം ചുടുന്നത് പോലെയാണ് അദ്ദേഹം എടുത്ത സമീപനം. മാത്രമല്ല, അദ്ദേഹം അടക്കം
പാർട്ടി കമ്മിറ്റി പ്രധാനമന്ത്രിക്ക് മനസ്സിലാവാനിരിക്കുന്നുള്ളൂ. ഇപ്പോഴും ഈ പഞ്ചായത്ത് ഇലക്ഷനും പ്രധാനമന്ത്രിക്ക് മനസ്സിലായിട്ടുണ്ടാവും. പുള്ളി പറഞ്ഞിട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ അഹമ്മദാബാദ് കോർപ്പറേഷനെ പോലെയാണെന്ന്. കേരളം മനസ്സിലായിട്ടില്ല പ്രധാനമന്ത്രിക്ക്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് ഒന്ന് പ്രധാനമന്ത്രി എടുത്ത് പരിശോധിച്ച് നോക്കണം. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ എത്ര പെർസെന്റേജ് വോട്ടാണ് BJP കിട്ടിയത്, എത്ര ജില്ലാ പഞ്ചായത്ത് കേരളത്തിൽ BJP കിട്ടിയിട്ടുണ്ട്, എത്ര ബ്ലോക്ക് പഞ്ചായത്തുകൾ BJP കിട്ടിയിട്ടുണ്ട്. ഈ കണക്കൊന്ന് പ്രധാനമന്ത്രി പരിശോധിച്ചിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത്തരം ജുംലകളൊന്നും കേരളത്തിൽ ചെലവാവില്ല. ഞാൻ ഇതുപോലെ പറഞ്ഞല്ലോ, അവിടെ റെന്റ് കൊടുക്കുന്നില്ല പലർ, അവിടെ പാവപ്പെട്ടവർക്ക് ചികിത്സ, ഈ അപകടത്തിൽ പരിക്ക് പറ്റിയവരുടെ ചികിത്സ സഹായം ചെയ്തു കൊടുക്കുന്നില്ല. പിന്നെ ആവശ്യമായ ഒരു സഹായവും ഗവൺമെന്റിന് ബാധില്ല. 742 കോടി രൂപ ആളുകൾ കൊടുത്ത പൈസ കൊടുക്കുന്നുണ്ട്. എതിരെ ഇപ്പൊ പ്രചരണം നടത്തുകയാണ്. ഞങ്ങൾ പ്രചരിപ്പിച്ചു CMDRFിലേക്ക് പൈസ കൊടുക്കരുതെന്ന് UDF പ്രചരിപ്പിച്ചു. CMDRFിൽ ഞാനടക്കമുള്ള ആളുകൾ പൈസ കൊടുത്തിട്ടുണ്ട്, UDF MLA പൈസ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ തന്നെ ഏകദേശം 19 ലക്ഷത്തോളം രൂപ ഞങ്ങൾ തന്നെ കൊടുത്തിട്ടുണ്ട്. ഞങ്ങളല്ല, ഞാനടക്കമുള്ള ആളുകൾ, ഞങ്ങൾ MLA UDF MLA മുഴുവൻ പൈസ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ പ്രചരിപ്പിക്കുകയാണ് UDF പറഞ്ഞു CMDRFിൽ പൈസ കൊടുക്കരുത്. കള്ളത്തരം പറയാണ്, പച്ചക്കള്ളം പ്രചരിപ്പിക്കുകയാണ്. ഞാനടക്കം പൈസ കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ MLA MPമാരെല്ലാവരും പൈസ കൊടുക്കാൻ പറഞ്ഞു. ഞങ്ങളെല്ലാം പൈസ കൊടുത്തു. ഞങ്ങൾ ആരോടെങ്കിലും കേരളത്തിൽ പറഞ്ഞോ CMDRFിൽ പൈസ കൊടുക്കരുത്? ഞങ്ങൾ കൊടുത്തു. ഞങ്ങൾ മാതൃക കാണിച്ചു പൈസ കൊടുത്തിട്ട്. നോക്കൂ, എനിക്ക് പറയാനുള്ളതല്ല ഞാൻ പാർട്ടി നേതൃത്വത്തോട് നേരിട്ട് പറയണം നല്ലത്. നിങ്ങൾ പല കാര്യങ്ങളും എഴുതിയിട്ട് മാധ്യമത്തിൽ, അതിൽ ചില കാര്യങ്ങൾ ശരിയായിരിക്കും, ചില കാര്യങ്ങൾ ശരിയായിരിക്കില്ല. ഞാൻ അതിനെക്കുറിച്ച് ഇവിടെ പബ്ലിക്ലി ചർച്ച നടക്കുന്നത് ശരിയല്ല. ഞാൻ പോയില്ലേ, ഞാൻ പാർട്ടി നേതൃത്വത്തെ നേരത്തെ അറിയിച്ചു ഞാൻ വരുന്നില്ല എന്ന്. എനിക്ക് എന്തായാലും ഇവിടെ വാക്ക് കൊടുത്തായിരുന്നു. ഇതിനെ ക്യാൻസൽ ചെയ്തിട്ട് പോയിട്ട് വരേണ്ടിയിരുന്നു. കോഴിക്കോടേക്ക് വരാനും പോകാനും കുഴപ്പമില്ല, നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഒന്നുമല്ലെങ്കിൽ ഇത് ചെയ്യണം, അല്ലെങ്കിൽ അത് ചെയ്യണം. ഞാൻ പറഞ്ഞു ഈ സ്ഥിതി ഞാൻ ഇതാണ് ചെയ്യാൻ പോകുന്നത്. പക്ഷെ ഞാൻ ഉറപ്പുമായിട്ട് പാർലമെന്റിലെ എല്ലാ വിധത്തിലും പങ്കെടുക്കുമ്പോൾ പാർട്ടിയെ ആ സമയത്ത് കാണാൻ നേതൃത്വത്തിന്. പക്ഷെ എനിക്ക് പറയാനുള്ളത്, പാർട്ടിയുടെ അകത്ത് പറയാനുള്ളത് പാർട്ടിയുടെ അകത്ത് തന്നെ പറയണം, നല്ലത് മാധ്യമക്കാരുടെ മുമ്പിലല്ല. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്തോളൂ. ഞാൻ എന്റെ ചർച്ച ചെയ്യപ്പെടുന്ന സംഭവം ഉള്ളതാണോ ഈ എറണാകുളത്തെ ആ ഒരു വിഷമം? നോക്കൂ, അതിനെക്കുറിച്ച് ഒരു വാക്ക് ഞാൻ പറയാൻ പോകുന്നില്ല. നിങ്ങൾ പറഞ്ഞു എനിക്ക് അസംതൃപ്തി ഉണ്ടായിരുന്നു. ഞാൻ അതിനെ വേറെ ഒന്നും അതിനേക്കാൾ കൂടി ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ അർത്ഥത്തിലും അഭിമാനകരമായ ചടങ്ങാണ് ഇന്നിവിടെ നടക്കുന്നത്. ഒരൊറ്റ വേദിയിൽ തന്നെ വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. വിവിധ ജില്ലകളിലായി നിർമ്മാണം പൂർത്തിയാക്കിയ 13 പോലീസ് മന്ദിരങ്ങളുടെ ഉദ്ഘാടനം, അതോടൊപ്പം തിരുവനന്തപുരം കെമിക്കൽ എക്സാമിനേഴ്സ് ലാബറട്ടറി അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന്റെ ശിലാസ്ഥാപനം, റെയിൽ മൈത്രി മൊബൈൽ ആപ്ലിക്കേഷൻ ലോഞ്ചിങ്, മറ്റു ചില മന്ദിരങ്ങളുടെ ശിലാസ്ഥാപനം, ഇതെല്ലാമാണ് ഇന്നിവിടെ ഒന്നിച്ച് നടക്കുന്നത്. ഇവിടെ പ്രദർശിപ്പിച്ച ഇതിൽ നമ്മൾ കണ്ടതുപോലെ കരുനാഗപ്പള്ളി, കിളിക്കൊല്ലൂർ, പത്തനംതിട്ട, പെരുന്നാട്, കല്ലറ, പാലക്കാട്, കല്ലടിക്കോട്, വളയം, ഇത്രയും പോലീസ് സ്റ്റേഷനുകൾ, പത്തനാപുരം കൺട്രോൾ റൂം, കോട്ടയത്ത് 12 ലോവർ സബോർഡിനേറ്റ് ക്വാർട്ടേഴ്സ്, 4 അപ്പർ സബോർഡിനേറ്റ് ക്വാർട്ടേഴ്സുകൾ, മഞ്ചേരിയിൽ 4 ലോവർ സബോർഡിനേറ്റ് ക്വാർട്ടേഴ്സുകൾ, കോഴിക്കോട് സിറ്റി, കണ്ണൂർ സിറ്റി എന്നിവിടങ്ങളിലെ നോളേജ് റെപ്പോസിറ്ററി സെന്റർ, കാസർഗോഡ് 6 ലോവർ സബോർഡിനേറ്റ് ക്വാർട്ടേഴ്സ്, 2 അപ്പർ സബോർഡിനേറ്റ് ക്വാർട്ടേഴ്സുകൾ, ജിം ആൻഡ് മൾട്ടിപർപ്പസ് ഇൻഡോർ കോർട്ട്, ഇവയെല്ലാം നിർമ്മാണം പൂർത്തിയാക്കിയവയാണ്. അതോടൊപ്പം ആലപ്പുഴ, കരീരക്കുളങ്ങര, കടുത്തുരുത്തി, കൊയിലാണ്ടി, കോടഞ്ചേരി, നീലേശ്വരം, കുമ്പള
എന്നിവിടങ്ങളിലെ പോലീസ് സ്റ്റേഷനുകൾ, മുഹമ്മ പോലീസ് ക്വാർട്ടേഴ്സ്, പത്തനംതിട്ട സ്പെഷ്യൽ ബ്രാഞ്ച് K9 കെന്നൽ സ്ക്വാഡ്, തിരുവനന്തപുരം പോലീസ് ട്രെയിനിങ് കോളേജിലെ അണ്ടർഗ്രൗണ്ട് വാട്ടർ ടാങ്ക് ഇവയുടെയെല്ലാം ശിലാസ്ഥാപനവുമാണ്. ഇതിൻ്റെ കൂടെ തന്നെയുള്ളതാണ് റെയിൽ യാത്രക്കാരുടെ ജീവനും സ്വത്തിനും ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ സുരക്ഷ ഉറപ്പാക്കുക എന്ന ഉദ്ദേശത്തോടെ ജനമൈത്രി പദ്ധതിയുടെ ഭാഗമായി കേരള റെയിൽവേ റെയിൽ മൈത്രി ആപ്പിന് തുടക്കം കുറിക്കുന്നു. പോലീസിന്റെ ഔദ്യോഗിക മൊബൈൽ ആപ്ലിക്കേഷനായ പോൾ ആപ്പുമായി സംയോജിപ്പിച്ചാണ് റെയിൽ മൈത്രി സേവനങ്ങൾ ലഭ്യമാക്കുക. ട്രെയിൻ യാത്രക്കാർക്ക് സഹായകമായ ഒട്ടനവധി സേവനങ്ങളാണ് ഇതിലൂടെ ലഭ്യമാവുക. റെയിൽവേ സ്റ്റേഷനിലെ വിവിധ കടകളിലെ വിവരങ്ങൾ, ട്രെയിൻ യാത്രക്കിടെ നഷ്ടപ്പെട്ട വസ്തുക്കൾ തിരികെ ലഭിക്കുന്നതിനുള്ള സഹായം, യാത്രക്കിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പരാതി കൈമാറാനുള്ള സൗകര്യം, ഇങ്ങനെയുള്ള സേവനങ്ങളാണ് പ്രാരംഭഘട്ടത്തിൽ ലഭ്യമാകുന്നത്. ഫിംഗർ പ്രിന്റ് വെരിഫിക്കേഷൻ മൊഡ്യൂളും സ്റ്റോൺ പെൽറ്റിംഗ്, ട്രെയിൻ സബോട്ടേജ് മൊഡ്യൂളുകളും റെയിൽ മൈത്രി മൊബൈൽ ആപ്ലിക്കേഷൻ ഉൾപ്പെടുത്തുന്നതിനുള്ള നടപടികളും സ്വീകരിച്ചു വരികയാണ്. കെമിക്കൽ എക്സാമിനേഴ്സ് ലാബിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന്റെ നിർമ്മാണത്തിനും ഇന്ന് തുടക്കമിടുന്നു. 3 കോടി രൂപ ചെലവിലാണ് ഈ ബ്ലോക്ക് നിർമ്മിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്തെ നീതിന്യായ രംഗത്തിന്റെ പരിപാലനത്തിൽ ചെറുതല്ലാത്ത പങ്കാണ് ഈ ലാബ് വഹിച്ചു പോരുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ 7.5 ലക്ഷത്തിലധികം തൊണ്ടിമുതലുകളുടെ ശാസ്ത്രീയ പരിശോധന ഇവിടെ പൂർത്തിയാക്കാനായി. ഉത്തര കൊലക്കേസ്, ഷാരോൺ വധക്കേസ്, കൂടത്തായി കേസ്, ഇങ്ങനെയുള്ള പ്രധാന കേസുകളുടെ പരിശോധന നടത്തിയ സ്ഥാപനമാണിത്. അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനത്തെ ശക്തിപ്പെടുത്തുക എന്നത് ഏറ്റവും പ്രധാനമുള്ള കാര്യമാണ്. GCMS പോലുള്ള ആധുനിക ഉപകരണങ്ങൾ ഇവിടെ ലഭ്യമാക്കിയതും പുതിയ ഡിസ്റ്റിലറി ഡിവിഷൻ സ്ഥാപിച്ചതും പുതുതായി 8 സയന്റിഫിക് ഓഫീസർ തസ്തികകൾ ഇവിടെ അനുവദിച്ചതുമൊക്കെ ഇതിൻ്റെ എല്ലാം ഭാഗമായാണ്. മാത്രമല്ല, സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി മികച്ച തൊഴിലിടങ്ങൾ സൃഷ്ടിക്കുന്നതിൽ പ്രത്യേക ശ്രദ്ധയാണ് ചെലുത്തി വരുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലമായി പോലീസിന്റെ അടിസ്ഥാന സൗകര്യങ്ങളിൽ വന്ന മാറ്റങ്ങൾ പരിശോധിച്ചാൽ ആർക്കും ഇത് ബോധ്യപ്പെടുന്നതാണ്. എൻ്റെ പിതാവ് അദ്ദേഹമില്ല. എന്നിൽ അദ്ദേഹം എൻ്റെ പിതാവിനെ കാണുന്നോന്നറിയില്ല. അതുകൊണ്ട് എന്നിൽ നിന്ന് മറുപടി പ്രതീക്ഷിക്കുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞു കഴിഞ്ഞു, ഇനി കൂടുതലൊന്നും പറയാനില്ല. എല്ലാം കൃത്യമായി ഞാൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ മനസാക്ഷിയോട് അദ്ദേഹം ചോദിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇത് കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ഇത് കൂടുതലൊരു വിവാദത്തിലേക്ക് ഞാൻ തയ്യാറല്ല, മനസ്സിലായോ? കാരണം എൻ്റെ പിതാവിനെ ഇതിലേക്ക് ഞാൻ കൂടുതൽ ഒരു വിവാദത്തിലേക്ക് ഞാൻ വലിച്ചഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കേരള സമൂഹത്തിലെ കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം. മാത്രമല്ല, ഞാൻ എന്താ പറഞ്ഞത് നിങ്ങൾ തന്നെ ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞതിനെ നിങ്ങൾ എടുത്തു നോക്കുക. ഞാൻ എന്തു പറഞ്ഞു? വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഒരു കുടുംബമാണ് ബാലകൃഷ്ണ സാറിന്റെ. അദ്ദേഹം ജയിലിലായിരിക്കുന്ന സമയത്തും അതിനുശേഷമൊക്കെ എൻ്റെ അമ്മ ദിവസവും ആന്റിയെ വിളിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. ഇവർ രണ്ടുപേരും ഒരുമിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. അത്രയ്ക്ക് അടുത്ത ബന്ധം എല്ലാ ബാരിയേഴ്സിനും അപ്പുറം ഞങ്ങളുടെ കുടുംബങ്ങളുമായിട്ടുണ്ട്. ഗണേശന് ഞങ്ങളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഒരു പ്രതീക്ഷയുള്ള നേതാവായിരുന്നു. വലിയ പ്രതീക്ഷയുള്ള നേതാവായിരുന്നു അദ്ദേഹം. ആ പ്രതീക്ഷ അസ്ഥാനത്തായോ എന്നുള്ളത് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഞാൻ എന്തെങ്കിലും കൂടുതൽ പറഞ്ഞിട്ടുണ്ടോ? ഇതിന്റെ അപ്പുറം ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ഇതിനപ്പുറം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ കാണിക്കുക. അതെ, ഞാനിപ്പോ പറഞ്ഞതിലെല്ലാം ഇല്ലേ, എൻ്റെ മദറും അദ്ദേഹത്തിന്റെ മദറും ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങളൊരു ഫാമിലി ആയിരുന്നു. ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷ ഉള്ള നേതാവ് ഉയർന്നു വരുമ്പോൾ ഗണേശിനെ കുറിച്ച് ഞങ്ങൾക്ക് വലിയ സ്വപ്നങ്ങളായിരുന്നു. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളെല്ലാം അതേപോലെയാണ് അദ്ദേഹത്തെ കണ്ടിരുന്നത്.
ആ പ്രതീക്ഷ എവിടെയോ തെറ്റിയോ എന്നുള്ളത് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. വേറെ ഞാൻ പറഞ്ഞിട്ടില്ല. പല കാര്യങ്ങളുണ്ട്. അതായത് KSRTC ബസിന്റെ പടിക്കെട്ടിന്റെ ഉയരം കൂട്ടിയത് പോലും അന്ന് പറഞ്ഞിട്ടാണെന്നുള്ള തരത്തിലുള്ള പരാമർശം വരെ വന്നത് തീർത്തും വ്യക്തിപരമായ തരത്തിലേക്ക്. അതിനെന്താ കുഴപ്പം? അദ്ദേഹം അങ്ങനെ നടന്നിട്ടുണ്ട്, നല്ല കാര്യം. അത് ഇതുമായിട്ട് എന്താ ബന്ധം? ഞാൻ ഇതിനകത്ത് ഇത് കൃത്യമായി ഞാനൊരു നിലപാട് പറഞ്ഞു. ആ കുടുംബത്തിൽ ഞങ്ങൾ ഇനി കൂടുതൽ ഞാൻ എന്തുകൊണ്ട് കൂടുതൽ കമന്റ് പറയുന്നില്ല. കാരണം എന്റെ ഫാദർ അങ്ങനെയാണ്, പരസ്പരം ബാലകൃഷ്ണ സാർ അങ്ങനെയായിരുന്നു, ശ്രീ ഗണേശനുമായിട്ടുള്ള ബന്ധം ഞങ്ങൾക്ക് അങ്ങനെയാണ്. ഞാൻ അതുകൊണ്ട് കൂടുതലൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞത് ശരിയാണോന്ന് അദ്ദേഹം സ്വയം ചോദിക്കട്ടെ. കാരണം സ്ലിപ്പ് ഓഫ് ദ ടങ് ആയിരിക്കാം, പെട്ടെന്നൊരു അറിഞ്ഞുകൊണ്ടായിരിക്കത്തില്ല ചിലപ്പോൾ അദ്ദേഹം പറഞ്ഞത്. സ്ലിപ്പ് ഓഫ് ദ ടങ് ആയിരിക്കാം, ഒരു എന്താ പറയുക, ചില കാര്യങ്ങൾ പറഞ്ഞു വന്നപ്പോൾ അദ്ദേഹം അങ്ങ് പറഞ്ഞു പോയതായിരിക്കാം. അദ്ദേഹം അങ്ങനെ പറയേണ്ട കാര്യമില്ല. ഇപ്പം ഞാൻ അദ്ദേഹത്തെ ആക്രമിച്ചു എന്നുള്ള വിഷമത്തിൽ പറഞ്ഞു പോയതായിരിക്കാം. ഞാൻ അതിന്റെ അപ്പുറം ഒന്നും ഞാൻ അതിൽ കാണുന്നില്ല. അല്ല, ഞാൻ കൂടുതൽ പറയുന്നില്ല. അദ്ദേഹം പറഞ്ഞു പോയതായിരിക്കാം, ആ ഒരു ഇതിൽ പറഞ്ഞതായിരിക്കാം. അദ്ദേഹം അങ്ങനെ പറയുമെന്ന് ഞങ്ങളാരും പ്രതീക്ഷിച്ചില്ല. പക്ഷെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇതിൽ പറഞ്ഞതായിരിക്കാം. നിയമസഭാ തെരഞ്ഞെടുപ്പ് നിൽക്കുന്ന സമയത്ത് ഈ സോളാർ കേസൊക്കെ വീണ്ടും ഇതിൽ ലൈവാക്കി നിർത്താനുള്ള എന്തെങ്കിലും ഒരു ഗൂഢാലോചന എന്റെ പിന്നിലുണ്ടോ? ഇത്തരം പ്രസ്താവനകൾക്ക് പിന്നിൽ LDF നിൽക്കുകയാണല്ലോ. അല്ല, ഞാനതിനൊന്നും കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു ഫ്ലോയിൽ പറഞ്ഞതായിരിക്കാം. ചിലപ്പോൾ ഫ്ലോ കിട്ടുമ്പോൾ അങ്ങനെ പറഞ്ഞു പോയതായിരിക്കാം. VSന്റെ പ്രശ്നത്തിൽ VS ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, മരണാനന്തര ബഹുമതിയായിട്ടാണ് നൽകുന്നത്. VSന്റെ കുടുംബം അത് സന്തോഷത്തോടെ സ്വീകരിച്ചിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർട്ടി എന്ന രീതിയിൽ ഇവിടെ ആധികാരികമായിട്ടുള്ളത് കുടുംബമാണ്. കുടുംബത്തിന്റെ സന്തോഷത്തോടെയുള്ള സ്വീകരണത്തെ ഞങ്ങൾ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. ഞങ്ങളതിൽ നിന്ന് വ്യത്യസ്തമായൊരു നിലപാട് സ്വീകരിക്കേണ്ട കാര്യമില്ല. കുടുംബത്തിന്റെ സന്തോഷത്തോടൊപ്പം ഞങ്ങളും അവ സന്തോഷത്തിൽ പങ്കുചേരുക. വിവിധ സമൂഹങ്ങൾ തമ്മിൽ, വിവിധ സമുദായങ്ങൾ തമ്മിൽ സൗഹൃദം ഉണ്ടാക്കുന്ന നല്ലതാണ്. പിന്നെ അവർ യോജിച്ച് പ്രവർത്തിക്കണ വേണ്ടിയെന്ന് അവർ രണ്ടുപേരുമാണ് തീരുമാനിക്കുന്നത്. ഞങ്ങൾ UDFും കോൺഗ്രസും സമുദായ സംഘടനകളുടെ ആഭ്യന്തരമായ കാര്യങ്ങളിൽ ഞങ്ങൾ ഇടപെടാറില്ല. ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ ഞങ്ങൾ ആരെയും സമ്മതിക്കാറുമില്ല. അത്രയേ ഉള്ളൂ പ്രശ്നം. അവർ നമ്മുടെ കാര്യത്തിൽ ഇടപെടരുതെന്ന് നമ്മൾ പറയുന്നത് പോലെ അവരുടെ കാര്യത്തിൽ നമ്മളും ഇടപെടാൻ പാടില്ല. അവർക്ക് എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കാം. അത് അവരുടേതായ ഇഷ്ടമാണ്. എനിക്ക് അതിൻ്റെ അകത്ത് ഒരു അഭിപ്രായമില്ല.